അക്ക ഒരു മോര് കൊടുങ്ങ. തരംപാ. സാറെന്ത് ഈ വഴിക്ക്? എനിക്കിവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ? അത് കമ്പനി പൊളിഞ്ഞൊന്നും അപ്പൻ അറിഞ്ഞിട്ടില്ല. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു ജോലി കൂടിയേ പറ്റും. എന്താപ്പാ? வணக்கம் சார். தம்பி, இவர் உன்னை பற்றி எல்லாம் சொல்லிட்டாரு. இங்கே வேக்கன்சி இருக்கிறது ஒரே ஒரு சேல்ஸ்மேன் போஸ்டிங் தான். உன்னோட ஜாப் என்னன்னா, இங்கே தயாரிக்கிற கார்மெண்ட்ஸ்லாம் வெளியில் போய் ஆர்டர் பிடிக்கணும். நீ விசிட்டிங் கார்டில் சேல்ஸ்மேன் போட்டுக்க, சூப்பர்வைசர்னு போட்டுக்க, அதில் எனக்கு ஒன்றும் பிரச்சனை இல்லை. ஆனால் அந்த ஜாப் வெரி காம்படிஷனான ஜாப். மாடு மாதிரி உழைக்கணும். நோ ப்ராப்ளம் சார். அப்போ நீ நாளைக்கு காலையில் வந்து வேலைக்கு ஜாயின் பண்ணிக்க. ஓகேயா? வரட்டுமா? சரி, வரேட்டா. ജോമോനെ, അപ്പന് സുഖമില്ലടാ. എറണാകുളത്ത് എൻ്റെ പേരിലൊരു ഫ്ലാറ്റ് ഉണ്ട്. വേണമെങ്കിൽ നീ അപ്പനും അവിടെ പോയി താമസിച്ചോ. അതൊന്നും ശരിയാവില്ല എടുത്തി. ഇവിടെ ആകുമ്പോൾ എന്ത് പണിയെടുത്താലും ആരും അറിയില്ല. നിന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഞാൻ അതിൽ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. അയ്യോ, അത് വേണ്ട നമ്മായിരുന്നു. പോടാ. ജോമോനെ, നിനക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞു. ഒരു ജോലി കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ലടാ. അതിന് നീ പണ്ടും ജോലി എടുത്തിട്ടില്ലല്ലോ. അത് പണ്ട്. പക്ഷേ ഇപ്പം ഞാനൊരു ചെറിയ കുടിൽ വ്യവസായം തുടങ്ങി. നെയ്ത്തുകാട് ഗ്രാമത്തിൽ പോയി കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് തുണി വാങ്ങി മറിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു ബിസിനസ്. നല്ല അടികിട്ടുണ്ടാവും. ഞാൻ നന്നാവും തീരുമാനിച്ചടാ. നന്നായിക്കോടാ. അതിന് ഞാനിപ്പം തോന്നും. നീയൊന്നും വേണ്ട, പക്ഷെ അതിൽ നീ എൻ്റെ പാർട്ട്ണറായിരിക്കും. എനിക്ക് എൻ്റെ പാർട്ട്ണർഷിപ്പ് വേണ്ട, ഒരു കോപ്പം വേണ്ട. വേണം. അതിന് എനിക്ക് നിൻ്റെ കാശും വേണ്ട, സമ്മതം വേണ്ട. മുസ്താഖേ, $555 சிகரெட் கிடைக்குமா இங்க? இல்லைங்க சார். எங்கே கிடைக்குமென்னு தெரியாதுங்க சார். பக்கத்து தெருவில் ஒரு டியூட்டி ஃப்ரீ ஷாப் இருக்கு. உங்களுக்கு தேவைன்னா அங்கே வாங்கிக்கலாம். ஓ, எവിടെയാ? அதோ அந்த லெஃப்ட் போய் திரும்பினா ஒரு கோயில் இருக்கு. அதுக்கு பக்கத்தில் ஒரு உங்களுக்கு வேணும்னா நானே காட்டுறேன். வாங்க. தேங்க்யூ. മലയാളിയാണോ? അല്ല, പൊണ്ടാട്ടി പാലക്കാടാണോ, அதனால കുറച്ച് മലയാളം അറിയും. ஆனா அவ இப்ப இல்ல, மரிச்சு 5 வருஷம் ஆயி. അയ്യോ, കഷ്ടം. എന്താ പേര്? പെരുമാൾ സാർ. ഞാൻ വിൻസെന്റ്. സാർ ഇങ്ങ പർച്ചേസിക്ക് വന്നതാണ്? അല്ല, എൻ്റെ മകൻ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ഓ, കുറച്ച് ദിവസമായി വലിച്ചിട്ട്. ഒരെണ്ണം വലിക്കുന്നോ? പഴക്കമില്ല, ഇരുന്നാലും ഉங்களுக்காக കുടിக்கலாம். പെരുമാൾക്ക് എന്നെ വേല? சார், நான் ஒரு டெய்லராണ്. ഞാനും ഒരു ടൈലറായിരുന്നു പണ്ട്. അതുക്കപ്പുറം താൻ ബിസിനസ്സിൽ വന്നത്. ஓ, ஆனால் எனக்கு வேலை இல்லை சார். ஃபேக்ட்ரியில் சின்ன யூனியன் ப்ராப்ளம். ஆனால் என் மகளுக்கு ஜோலி உண்டு. എന്ത് ജോലി? ஒரு கம்பெனியில் அக்கௌண்ட் ஆஃபீஸராக இருக்கா. ഇവിടെ തന്നെയാണോ താമസം? இல்லை சார், கொஞ்சம் டிஸ்டன்ஸு. டெய்லி பஸ்ஸில் வந்துட்டு போகணும். അപ്പൊ പെരുമാളിന് ജോലിയില്ല. നമുക്കൊന്ന് ശ്രമിച്ചാലോ? എന്റെ മകന്റെ കമ്പനിയിൽ വല്ല വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം. ஐயோ சார், நீங்கள் பண்ணீங்கன்னா ரொம்ப ஹெல்ப்ஃபுல்லாக இருக்கும். பார்க்கலாம். வாங்க பெருமாள். ஏ செக்யூரிட்டி, என்ன இது ஒரே தூக்கம்? குட் மார்னிங் சார். பெருமாள் உள்ளவா.
முதலாளியை கூப்பிடு. சரி. கோட்டா இருக்குல்லே, நான் ஏசி போடல. உட்காருங்க. கவலைப்படாத பெருமாள், எல்லாம் சரியாക്കാം. சரி சார். நீங்க எல்லாம் யாரு? ஜோமோனோட. ஜோ மோன், அது யாரு? இதுக்கு முன்னாடி இந்த எம்டி தேடி வருங்க சார். சார், இது புதிய மேனேஜ்மெண்ட். ஐ ஆம் த ஓனர். ஜோமோன், ஐ ஆம் ஹிஸ் ஃபாதர். சாரி சார், பழைய மேனேஜ்மெண்ட்டுக்கும் எங்களுக்கும் எந்த சம்பந்தமும் கிடையாது. சாரி, ஏன் தப்பு தான். இட்ஸ் மை ஃபால்ட். என்ன என்ன பாக்குறீங்க? என்ன பாக்குறீங்க? சினிமா பாக்குறியா? போ போ, வேலையை பாரு, போ. கவலைப்படாதீங்க சார், ஏதோ மிஸ்டேக் நடந்திருக்கு, அவ்வளோதான். வாங்க போகலாம். அப்பா, அப்பா, അപ്പാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താ ഇവിടെ നിൽക്കുന്ന ലൈറ്റ് പോലും ഇടാണ്ട്? അപ്പം വന്നേ, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് യുവർ ബിലവഡ് സോൾമേറ്റ്. എന്തു പറ്റപ്പാ, ഒരു ഉഷാറില്ലല്ലോ. നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് നല്ല പ്രോഗ്രസ് ഉണ്ടല്ലോ. എക്സ്പോർട്ട് ഓർഡറൊക്കെ വേണ്ട പോലെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നല്ല ഓർഡർ ഉണ്ട്. ഏതൊക്കെ രാജ്യത്തിലേക്കാണ് മെയിനായിട്ട് കയറ്റി അയക്കുന്നത്? അതിപ്പോൾ എല്ലാ മേജർ രാജ്യങ്ങളും ഉണ്ടല്ലോ. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, എല്ലായിടത്തും ഉണ്ടല്ലോ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ കയറ്റി അയക്കുന്ന ചരക്ക് അവിടെ കിട്ടുമ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് അവർ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. LC എന്നല്ലേ അതിന് പറയുന്നു? അപ്പം കൊള്ളാലോ. അപ്പം ഇതൊക്കെ അറിയോ? അപ്പോൾ എൻ്റെ മോൻ കാശുണ്ടാക്കാൻ പഠിച്ചു എന്നർത്ഥം. അങ്ങനെയൊന്നുമില്ല. ബുദ്ധി ഉറച്ച കാലം മുതൽ തുടങ്ങിയതാ നീ എന്നെ പറ്റിക്കാൻ. ഇഷ്ടം പോലെ കാശും അതിലേറെ സ്നേഹം ഉണ്ടായിരുന്നുണ്ട്. അന്ന് അതിനെ ഒരു കുട്ടികളിയായിട്ടേ ഞാനും കണ്ടുള്ളൂ. പക്ഷെ ഇപ്പോ ഈ അവസ്ഥയിൽ നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. അപ്പാ, പണ്ട് ഞാൻ അപ്പനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒരു ചതി പറ്റിപ്പോയതാണ്. എന്നേക്കാൾ ഇടിയിട്ടായ ഒരുത്തനെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. എങ്കിൽ നിനക്കത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു? പൊട്ടിപ്പാളീസായി നിൽക്കുന്ന അപ്പനോട് ഞാനത് എങ്ങനെ പറയും? അപ്പന് അതുകൂടി താങ്ങാൻ പറ്റുമോ?